പശ്ചിമബംഗാളിൽ അവസാനഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. 142 മണ്ഡലങ്ങളിലേക്കാണ് മറ്റന്നാൾ പോളിംഗ് നടക്കുന്നത്. ബംഗാളിലെ വിവിധയിടങ്ങളിൽ അക്രമ സംഭവങ്ങൾ തുടരുകയുമാണ്. ശ്രീനാഥ് ചന്ദ്രൻ കൊൽക്കത്തയിൽ നിന്ന് വിവരങ്ങൾ ചെയ്യുന്നു. ശ്രീനാഥ്, ഒരുപക്ഷെ ബംഗാൾ അടുത്തിടെ കാണാത്ത ഏറ്റവും കടുത്ത പോരാട്ടം കാണുന്നു. ഫസ്റ്റ് ഫേസിൽ അതിന്റെ പ്രതിഫലനമാണോ SAR ഇമ്പാക്റ്റ് ആണോ എന്നറിയില്ല. അതിന്റെ പോളിംഗ് ശതമാനത്തിലടക്കം അത് പ്രകടമായി. എങ്ങനെയാണ് അടുത്ത ഘട്ടം പുരോഗമിക്കുന്നത്? എത്രത്തോളം വീറും വാശിയുമുണ്ട്? പുതിയ അക്രമ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ ശ്രീനാഥ്? അശ്മി, തെരഞ്ഞെടുപ്പ് ഗോദയിൽ വന്ന് നിൽക്കുമ്പോൾ, ബംഗാളിൽ വന്ന് നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നു എന്നൊരു സൂചനയാണ് ഈ പ്രചാരണ കാലത്ത് മൊത്തം അനുഭവിക്കാൻ കഴിഞ്ഞത്. അത് എത്രത്തോളം വോട്ടിങ്ങിൽ നമുക്കത് കാണാൻ കഴിയും, ഏത് പാർട്ടിക്ക് എത്തരത്തിലായിരിക്കും ഭൂരിപക്ഷം എന്നത് പറയാൻ കഴിയില്ല. എന്നാൽ പോലും ഒരു പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നതിന്റെ പ്രതീതി ഇവിടെയുണ്ട്. അത് നമ്മൾ ആദ്യഘട്ട പോളിംഗിൽ അത് നമ്മൾ ഒരു തരത്തിൽ അനുഭവിച്ചതാണ്. 93% അന്തിമമായ കണക്ക് വന്നപ്പോൾ പോളിംഗ് ശതമാനം. അതായത് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ തന്നെ ഒരു സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമായി അത് മാറാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ രണ്ടാം ഘട്ടത്തിലും അതേ തരത്തിൽ പോളിംഗ് ഉയരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പ്രചാരണവും ആ തരത്തിൽ മുന്നോട്ട് പോകുന്നു. രണ്ടാം ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒന്നാം ഘട്ടത്തിൽ BJPക്ക് കുറേയൊക്കെ സാധ്യതകളുള്ള മേഖലകളായിരുന്നു. അതുകൊണ്ടാണ് അമിത്ഷാ അടക്കമുള്ളവർ ഞങ്ങൾ സെഞ്ചുറി അടിച്ചു കഴിഞ്ഞു എന്നൊരു അവകാശവാദമൊക്കെ മുന്നോട്ട് വെച്ചത്. എന്നാൽ പോലും അധികാരം പിടിക്കണമെങ്കിൽ ഇനിയും സീറ്റുകൾ ആവശ്യമുണ്ട്. രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ തൃണമൂലിന് കൂടുതൽ ശക്തിയുള്ള മേഖലകളാണ്. കൊൽക്കത്ത അടക്കമുള്ള മേഖലകൾ, മമതാ ബാനർജി മത്സരിക്കുന്ന ഭവാനിപ്പൂർ അടക്കമുള്ളത് ഈ കൊൽക്കത്ത മേഖലയിലാണ്. അതുകൊണ്ട് ആ മേഖലയിലാണ് രണ്ടാം ഘട്ട പോരാട്ടം. അതുകൊണ്ട് അവിടെ ശക്തി ചോരാതിരിക്കാൻ, അവിടുത്തെ മേധാവിത്വം ഉറപ്പിക്കാൻ ഉള്ള എല്ലാവിധ പ്രചാരണവും മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണ്, നേതാക്കൾ നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കാഴ്ച കണ്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പൊരി വിൽക്കുന്ന കടയിലേക്ക് പോയി അവിടെ നിന്ന് അത് വാങ്ങുന്ന കണ്ടു. പിന്നീട് കഴിഞ്ഞ ദിവസം പൂക്കൾ വിൽക്കുന്ന കടയിൽ പോയി അവിടെ നിന്ന് പൂക്കൾ വാങ്ങിക്കുന്ന കാഴ്ച കണ്ടു. മറുവശത്ത് മമതാ ബാനർജി ആവട്ടെ പച്ചക്കറി കടയിലേക്ക്, മാർക്കറ്റിലേക്ക് പോയി ആളുകളോടൊക്കെ സംസാരിക്കുന്നത്, ബൈക്കിന് പുറകിൽ ഇരുന്ന് സഞ്ചരിക്കുന്ന, അങ്ങനെ പലതരം കാഴ്ചകൾ, ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന്റെ പ്രതീതിയുള്ള കാഴ്ചകൾ പലതും നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. ഏതായാലും അക്രമ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തും ഒന്നാം ഘട്ടം കഴിഞ്ഞതിന് ശേഷവും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ അസൻസോളിൽ കൊല്ലപ്പെട്ട അടക്കം ഗുരുതരമായ ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്നലെ ഹൗറയിൽ, അതായത് കൊൽക്കത്തയിൽ തന്നെയുള്ള ഹൗറയിൽ തൃണമൂൽ BJP പ്രവർത്തകർ തമ്മിൽ നേർക്കുനേറി വരികയും അവിടെ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഒടുവിൽ ലാത്തിചാർജ് നടത്തേണ്ട സാഹചര്യം വരെ എത്തി. അതുകൊണ്ട് വലിയൊരു സുരക്ഷാ പ്രശ്നമുണ്ട് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് കേന്ദ്ര ഏജൻസികൾക്കുള്ളത്. അതുകൊണ്ടാണ് കേന്ദ്ര സേനയുടെ ഒരു വലിയ സംഘം നാളിതുവരെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു സുരക്ഷാ വിന്യാസം നമ്മൾ കണ്ടിട്ടില്ല. 2.5 ലക്ഷത്തിലധികം കേന്ദ്ര സേനയെ വിനിയോഗിച്ചാണ് ഇവിടെ ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതുപോലും ജനങ്ങളെ ഭീതിപ്പെടുത്താനാണ് എന്നൊരു വാദം, ഒരു വിമർശനം തൃണമൂൽ കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അതല്ല, ഒരിടത്ത് പോലും ആദ്യഘട്ടത്തിൽ റീപോളിംഗ് നടന്നില്ലല്ലോ, അതൊക്കെ ഈ സുരക്ഷ കൊണ്ടാണ് എന്നൊരു മറുവാദമാണ് BJPയുടെയും ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്നത്. ഏതായാലും വലിയ സുരക്ഷയിലാണ്. 142 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ബംഗാളിന്റെ ഭാവി ഭരണ തുടർച്ചയോ അല്ല BJP ആദ്യമായി അധികാരം പിടിക്കാൻ പോകുന്നു എന്നതൊക്കെ വിധിയെഴുത്ത് ഒരുപക്ഷെ ഈ രണ്ടാം ഘട്ടത്തിൽ തന്നെയാകും ഉണ്ടാവുക. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.